ആൻഡ് സർപ്രൈസിംഗ്ലി ആപ്പിൾ ഒരു പുതിയ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് ആണ് iOS 26.4.1 എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത് ഏകദേശം 671.1 MB ഐഫോൺ 17 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു GB അണ്ടറിൽ ഈ ഒരു അപ്ഡേറ്റ് സൈസ് വരാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ iOS 26.5 ബെയ്റ്റ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വരില്ല. അതെന്തായാലും ഓർമ്മയിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ ആപ്പിൾ iPadOS 26.4.1 എന്ന ഒരു അപ്ഡേറ്റ് ആണ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 26.4.1 പറ്റി സംസാരിക്കാം. ഈ ഒരു അപ്ഡേറ്റ് സർപ്രൈസിംഗ്ലി ആപ്പിൾ കൊണ്ടുവന്നപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അണ്ടർ പ്രോഗ്രസ് ആണ്, മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ വരുമെന്ന്. സോ ആപ്പിൾ കൊണ്ടിൻ്റെ ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാനും ഇതേപോലെ അടിപൊളി വാൾപേപ്പേഴ്സ് അറിയാനും നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിലേക്ക് പോവാം. ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കറക്റ്റ് ആണെന്ന്. ഇറ്റ്സ് അപ് ടു ഡേറ്റ്. മോർ ഡീറ്റെയിൽസ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും iOS 26.4.1. അവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിൽ നമ്പർ കാണാൻ പറ്റും. 23E254 എന്നാണ് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിൽ മോർ ഫീച്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ബഗ് ഫിക്സ് ആണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ബഗ് ഫിക്സ് ഫോർ യുവർ ഐഫോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഫീച്ചേഴ്സിനെക്കാട്ടും നിങ്ങളുടെ ഡിവൈസിലുണ്ടായ എന്തെങ്കിലും ഒരു മേജർ ബഗ് ഈ ഒരു അപ്ഡേറ്റ് കാരണം മാറാനുള്ള ചാൻസ് ഉണ്ട്. മേജറായിട്ട് വന്ന കുറച്ചധികം ബഗ് ഫിക്സ് നമുക്ക് സംസാരിക്കാം. ഏറ്റവും ആദ്യം പാസ്വേഡ് ഷെയറിങ് എന്ന് പറഞ്ഞ കാര്യം. നമ്മുടെ പാസ്വേഡ് ആപ്ലിക്കേഷനിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ആപ്പിളിൻ്റെ തന്നെ സ്വന്തം വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാസ്വേഡ്സിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ആ ഒരു സേവ് ചെയ്യുന്ന പാസ്വേഡ് അക്രോസ് എല്ലാ ആപ്പിൾ ഡിവൈസിലേക്കും സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ മാക്കിൽ എന്തെങ്കിലും കാര്യത്തിൽ പുതിയ പാസ്വേഡ് സേവ് ചെയ്താൽ ചില സമയത്ത് അൺഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മുടെ ഐഫോണിൽ സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമായിരുന്നു ക്ലിയർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ചില കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻസ് ക്ലിയർ ആകുമ്പോൾ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് ക്ലിയർ ആവുന്നില്ല. അതോടൊപ്പം തന്നെ ക്ലിയർ ആയ നോട്ടിഫിക്കേഷൻസിൻ്റെ ചെറിയൊരു ഒപ്പേസിറ്റിയിൽ ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ബഗ്ഗുകൾ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും ഈ ഒരു അപ്ഡേറ്റിൽ റിസോൾവ് ആയിരുന്നെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ആൻഡ് നമുക്കറിയാവുന്ന പോലെ iOS 26.4 തന്നെ ആപ്പിൾ കീബോർഡിൻ്റെ ബഗ് റിസോൾവ് ചെയ്തായിരുന്നു. എന്നാലും കുറേയധികം കൂട്ടുകാർക്ക് ഇപ്പോഴും ആ സെയിം കീബോർഡ് ബഗ് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾക്ക് ആ സെയിം ബഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ അപ് ടു ഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ ടൈപ്പ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ എടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഭാഗത്ത് അപ്ഡേറ്റ് ആണ് കാണുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. കാരണം ആപ്ലിക്കേഷനും ഒപ്റ്റിമൈസ്ഡ് ആയാലാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു ഫ്ലൂയിഡ് ഫീല് നമുക്ക് ഫീൽ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആവുമെന്ന് ചെക്ക് ചെയ്യുക. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെയുള്ള ഓരോ ആപ്ലിക്കേഷൻസാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോട്ട്സ്, അതോടൊപ്പം നമുക്കിപ്പോൾ മാപ്സ്, ഇതൊക്കെ ആപ്ലിക്കേഷൻസ് ഇംബിൾഡ് ആയിട്ട് വരുന്നതാണ്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് നമ്മൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെയാണ് നമ്മുടെ ചെറിയ ബഗ്ഗുകളൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഐഫോണിൽ ചെയ്യാൻ പറ്റിയത്. അടുത്ത് വരുന്നൊരു ബഗ്ഗാണ് Type 2 Siri എന്ന് പറയുന്നത്. ഞാനിപ്പോൾ Type 2 Siri എടുത്തു. Type 2 Siriയിൽ ഇപ്പോൾ ഞാൻ ആപ്പ് സ്റ്റോറിന്ന് സെർച്ച് ചെയ്തു. ആപ്പ് സ്റ്റോറിന്ന് സെർച്ച് ചെയ്തിട്ടും ഒരു റെക്കമെൻഡേഷൻസോ സജഷൻസോ ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് യൂഷ്വലി നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മളെ ഒരു സജഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു കീ ടേം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തുള്ള സജഷൻസ് നമുക്ക് വരാറുണ്ട്. അവിടെ നിന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സെയിം ഇഷ്യൂ iOS 26.4 എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ഇൻ്റലിജൻസിനോ അല്ലെങ്കിൽ സിറിയിലോ മാറ്റങ്ങളോ അതോടൊപ്പം ഈ പറഞ്ഞ ബഗ് ഫിക്സോ
ആപ്പിൾ കറന്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് നമ്മുടെ അപ്ഡേഷനിൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി റിലീസ് പേജാണ്. ഈ ഒരു അപ്ഡേറ്റ് പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26.4.1 ആൻഡ് iPadOS കാണാൻ പറ്റും. ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട് ദിസ് അപ്ഡേറ്റ് ഹാവ് നോ പബ്ലിഷ് CVV എൻട്രീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഈ ഒരു അപ്ഡേറ്റിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ആപ്പിൾ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നും നമുക്ക് കരുതാം. കാരണം ഓരോ അപ്ഡേറ്റും എസ്പെഷ്യലി ഇതേപോലെ 0.1, 0.2 എന്നീ പറയുന്ന അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന ബഗ് ഫിക്സിനുമാണ്. ഈ പറയുന്ന കാര്യങ്ങൾക്കല്ലാതെ ഒരു ഫീച്ചേഴ്സ് ജാം പാക്ക് ചെയ്ത് ആപ്പിൾ ഇതേപോലെ 3rd ഡെസിബൽ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യാറില്ല. ഫോർ ഷുവറാണ്. ആപ്പിൾ അത് കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ഇല്ല എന്ന് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല. ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ഹെൽത്ത് ആൻഡ് തേർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് പോസ്റ്റർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ വാങ്ങിച്ചാണ്. ഇവർക്ക് തന്നെ ആപ്പിൾ റിലേറ്റഡായ പോസ്റ്റേഴ്സ് ഉണ്ട്, ആനിമേ പോസ്റ്റേഴ്സ് ഉണ്ട്, അതോടൊപ്പം മൂവി പോസ്റ്റേഴ്സ് ഉണ്ട്, F1 പോസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. നല്ലൊരു പോസ്റ്റേഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, എന്തായാലും ചെക്ക് ചെയ്യാം. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ അടിപൊളി നല്ലൊരു ചേഞ്ച് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നേരത്തെ iOS 26.4 എങ്ങനെയായിരുന്നോ അതേ സെയിം സ്മൂത്ത്നെസ്സും ഒപ്റ്റിമൈസേഷനുമാണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ക്ലട്ടറിങ്ങോ മൈക്രോ സ്റ്റട്ടേഴ്സോ ഒന്നും ഫീൽ ചെയ്തില്ല. ആ ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിങ്സിൽ പോവാം, ബാറ്ററി എടുക്കാം. എൻ്റെ ബാറ്ററി ലാസ്റ്റ് ചാർജ് ചെയ്തത് 52%. 19 മിനിറ്റ് മുമ്പ് 19 മിനിറ്റായിട്ട് ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ 51% ഉണ്ട്. അതായത് 1% 19 മിനിറ്റിൽ കുറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ ആ ഒരു യൂസേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ ഇപ്പോൾ 98% ആയിട്ട് കൊണ്ടിട്ടുണ്ട്. 237% അല്ലെങ്കിൽ 237 സൈക്കിൾസാണ് ഇവിടെ ബാറ്ററിക്ക് സൈക്കിൾ കൗണ്ടായിട്ടും വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റായ ഡിവൈസിൻ്റെ ആ ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് എനിക്ക് എപ്പോഴും എൻ്റെ iPhone 17 തരാറ്. ഞാൻ എൻ്റെ ബാറ്ററി സൈക്കിളും ചാർജിങ് സൈക്കിളും 90ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത് 90ൽ സെറ്റ് ചെയ്യുക. സോ സൈക്കിൾ കൗണ്ട് നിങ്ങൾക്ക് കുറക്കാനും ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. തേർമൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ എൻ്റെ ഡിവൈസ് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടും എനിക്ക് ഡിവൈസിന് ചൂടോ ബാക്കി കാര്യങ്ങളോ ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഡിവൈസ് ചൂടാകും, അത് ഫോർ ഷുവർ, അതെന്തായാലും ചൂടാവും. അതോടൊപ്പം നിങ്ങൾ എക്സ്ട്രീമായിട്ട് ഗെയിം കളിക്കുമ്പോഴും ഔട്ട്ഡോർ യൂസേജിനും നമ്മുടെ ഡിവൈസ് ചൂടാവും. ക്യാമറ കുറേ നേരം യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഡിവൈസ് ചൂടാവും. ഇതൊക്കെ നോർമൽ സിനാരിയോസ് ആണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാട്ട് കേൾക്കുകയാണ്, ഫോൺ വിളിക്കുകയാണ് എന്നീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിവൈസ് വല്ലാണ്ട് ചൂടാകുന്നുണ്ടെങ്കിൽ അത് ഒരു അബ്നോർമലായ ഒരു ആക്ടിവിറ്റിയാണ് ഡിവൈസിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കൂൾ ഡൗൺ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിൽ എന്തായാലും നിങ്ങളുടെ ഡിവൈസ് കാണിച്ചു കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ ചെയ്യണോ വേണ്ടോ എന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഇതൊരു സെക്യൂരിറ്റി അപ്ഡേറ്റ് മാത്രമല്ല ബഗ് ഫിക്സും കൂടെയുള്ള അപ്ഡേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ iPhone 13 യൂസേഴ്സ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡിസ്പ്ലേ ഇഷ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കൺസേൺ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ, അതായത് എൻ്റെ ഡിവൈസിൽ സ്ക്രാച്ചില്ല, കണ്ടോ എൻ്റെ ഡിവൈസിൽ യാതൊരു ഡെൻറ്റോ അതോടൊപ്പം സ്ക്രാച്ചോ എൻ്റെ ഡിവൈസിലില്ല. താഴത്ത് എനിക്കിവിടെ ഡെൻറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുക. കാരണം എനിക്ക് ആപ്പിൾ കെയർ ഉള്ളതുകൊണ്ട് ഡിസ്പ്ലേയും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട് വലിയ ടെൻഷനില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആപ്പിൾ കെയർ എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അടിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര കാശാവും. ആ ഒരു കാര്യങ്ങളാണ്. ഇതേപോലെ ഡെൻറ്റ് ഇല്ല, അതല്ലെങ്കിൽ എൻ്റെ ഡിവൈസ് ക്ലീൻ ആണ് എന്ന് ഉറപ്പ് വരുത്തുക ബിഫോർ അപ്ഡേറ്റിംഗ്. ആൻഡ് ആഫ്റ്റർ അപ്ഡേറ്റിങ്ങും നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഡിവൈസ് പ്യുവർലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അടിച്ചു പോയതാണെന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം എന്തെങ്കിലും സർവീസ് സെൻറ്ററിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ ഏറ്റവും ആദ്യം ഇൻസ്പെക്ഷൻ ചെയ്യും. ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഡെൻറ്റ് ഉണ്ട്, ഇവിടെ ഡെൻറ്റ് ഉണ്ട്, നിങ്ങളുടെ ഡിസ്പ്ലേയുടെ ഇവിടെ ഒരു ഡെൻറ്റ് ഉണ്ട്. ഇങ്ങനെ ഡെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ഈ ഡെൻറ്റ് കാരണമായിരിക്കാം
പെട്ടെന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ ട്രിഗർ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വോയിസ് ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ 16 ഡിവൈസ് എടുത്തപ്പോൾ സെയിം ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു. അവർ സമ്മതിക്കാതെ, അപ്പോൾ ഞാൻ വീഡിയോ ആണ് പ്രൂഫായിട്ട് കാണിച്ചു കൊടുത്തത്. എനിക്ക് ഡിവൈസിൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് ഡിവൈസ് എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. സോ ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്പിളിനെ പറ്റി അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു iOS 26.4.1 എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ കിഡിലും വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Jevin Xavier signing from Evika.